ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രമ്യാസ് മാജിക് വേൾഡ്. അപ്പം ഞാൻ ഇന്ന് ഒരു ഈസി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്, ബ്രെഡ് ബുൾസൈ. അപ്പം എല്ലാവർക്കും അതറിയാം, എന്നാലും ഒന്നുകൂടെ ഒരു സിമ്പിൾ മെത്തേഡിൽ. അപ്പോൾ എൻ്റെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് റെസിപ്പി തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഒരു പാൻ വെച്ചു. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു. അതിലേക്ക് നമുക്ക് ഒനിയൻ ചോപ്പ് ചെയ്തത് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒനിയൻ ചോപ്പ് ചെയ്തത് ജസ്റ്റ് ചേർത്ത് കൊടുത്ത് നമ്മളതിനെ വഴറ്റണം. ബ്രെഡ് ബുൾസയാണ് നമ്മൾ റെഡിയാക്കുന്നത്. ചെറിയൊരു ഡിഫറെൻറ്റ് വേയിൽ ഒന്ന് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ഹറി ആയിട്ട് നമുക്കൊന്ന് പെട്ടെന്നൊരു ഒരു സ്നാക്ക് അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതിലേക്ക് നമ്മൾ പച്ചമുളക് ഒരെണ്ണം അരിഞ്ഞു, പിന്നെ ഒരു ചെറിയ തക്കാളി, ഇത്രയും. അപ്പോൾ ഉള്ളി ഒന്ന് വഴണ്ട് കഴിഞ്ഞിട്ടാണ് ഇത്ര ഇടുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ട് വഴറ്റുക. തക്കാളിയും കൂടെ ഒന്ന് വഴരണേ, നന്നായി വഴറ്റി. ഇനി കുറച്ച് പൊടികൾ ചേർക്കണം നമുക്ക്. ഇച്ചിരി മഞ്ഞൾപ്പൊടി, അത് നമ്മളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച്. ഞാനിവിടെ 4 ബുൾസയാണ് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പം അതിനനുസരിച്ചാണ് പൊടികൾ ഇടുന്നത്. 1/4 ടീസ്പൂൺ മുളക് പൊടി. 1/4 ടീസ്പൂൺ മുഴുവൻ ഇടണ്ട, അതിൽ പകുതി ഇട്ടാൽ മതിയാവും. മഞ്ഞൾപ്പൊടി, മുളക് പൊടി. അപ്പോൾ ഉണ്ടോ, ഇനി ഈ മുട്ട ബുൾസയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് 4 സ്പീസ് നമ്മൾ റെഡിയാക്കിയ മസാലക്കിടയ്ക്ക് ഇങ്ങനെ 4 എഗ്ഗ് ഇങ്ങനെ ഒന്ന് കുരു പൊട്ടാതെ ഇടണം. ബുൾസൈ അങ്ങനെയാണല്ലോ. അങ്ങനെ നമ്മൾ 4 മുട്ട ഇട്ട് കഴിഞ്ഞു. അപ്പോൾ കണ്ടോ, നല്ല മസാല സൈഡിലുണ്ട്, നടുക്ക്. ഇനി ഈ മുട്ടയുടെ മുകളിൽ നമുക്കൊന്ന് ശകല കുരുമുളക് പൊടി ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കാം. അതുപോലെ 1 മുട്ടയുടെ മഞ്ഞ ചെറുതായിട്ട് പൊട്ടിപ്പോയി, അത് കുഴപ്പമില്ല. പിന്നെ അപ്പോൾ നമുക്ക് മുട്ടയിൽ ഉപ്പില്ലല്ലോ, അപ്പോൾ ഒരു നുള്ളുപ്പും 4 മഞ്ഞക്കുരുവിൻ്റെ മണ്ടയിൽ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ബുൾസൈ ഇതൊന്ന് വേവണം, പൊട്ടാതെ. ശകല നേരം നമ്മൾ ആ പാനിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അത് നന്നായിട്ട് വെന്തോളും. അത് വേവട്ടെ. നമുക്ക് ബ്രെഡ് എടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് വരാം. ബ്രെഡ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശകലം ബട്ടർ വേണമെന്നില്ല, നെയ്യ് എടുക്കാം. പിന്നെ നെയ്യും ഇല്ലെങ്കിൽ ഓയിലെടുക്കാം. ഇനി ഒന്നുമില്ലെങ്കിലും വെറുതെ റോസ്റ്റ് ചെയ്താലും, പാനിലേക്ക് വെച്ച് റോസ്റ്റ് ചെയ്താലും മതിയാവും. ഓയിൽ ഫ്രീ ആയിട്ട് എടുക്കാം. അങ്ങനെ നമ്മളുടെ ബ്രെഡ് ഒരു വശം റോസ്റ്റായിട്ട് തിരിച്ചു വെച്ചതിന് ശേഷം നമ്മൾ ഈ ബുൾസൈ എന്ത് ചെയ്യുന്നു, നല്ലതായിട്ട് എടുത്ത് മസാലയോടെ ചേർത്ത് ഓരോ ബ്രെഡിൻ്റെ മുകളിലേക്ക് വെക്കുന്നു. കണ്ടോ? അപ്പോൾ ഇങ്ങനെ നമ്മളിത് കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു ആയിട്ട് നമുക്ക് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പോകണം. അങ്ങനെയൊക്കെയുള്ള ദിവസം നമുക്ക് ഈ റെസിപ്പി ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ട്രൈ ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.